ഹലോ നമസ്കാരം. മലയാളത്തിനും ഒരു സിനിമാറ്റിക് യൂണിവേഴ്സ് ഉണ്ടായിരിക്കുകയാണ്. വീക്കെൻഡ് സിനിമാറ്റിക് യൂണിവേഴ്സ്, മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സ് ഒക്കെ പോലെ. വീക്കെൻഡ് സിനിമാറ്റിക് യൂണിവേഴ്സിന്റെ ആദ്യത്തെ സിനിമ മിന്നൽ മുരളിയായിരുന്നു. രണ്ടാമത്തെ സിനിമ ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ. രാഹുൽ ജി, ഇന്ദ്രനീൽ ഗോപികൃഷ്ണൻ എന്നിവർ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത് ധ്യാൻ ശ്രീനിവാസൻ, സിജു വിൽസൺ, കോട്ടയം നസീർ, റോണി ഡേവിഡ്, സീമാജി നായർ എന്നിവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ചിത്രം പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്റേഴ്സിന്റെ ബാനറിൽ സോഫിയ പോളാണ്. പ്ലാച്ചിക്കാവുന്ന ഉൾനാടൻ ഗ്രാമം, അവിടെ അല്ലറ ചില്ലറ കേസുകളൊക്കെ തെളിയിച്ച് മുന്നോട്ട് പോകുന്ന ഉജ്ജ്വലൻ. തീർത്തും സമാധാനപൂർണമായ അന്തരീക്ഷം, വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. അങ്ങനെയിരിക്കെ ഒരു ദിവസം അവിടെ ഒരു കൊലപാതകം നടക്കുന്നു. തുടർ സംഭവങ്ങളാണ് ചിത്രം പറയുന്നത്. ചിത്രത്തിന്റെ പോസിറ്റീവുകളിലേക്ക് വരുമ്പോൾ ഒന്നാമത്തെ പോസിറ്റീവ്, അവിടെ ഇവിടെ ചിരിക്കാനുള്ള വകകളൊക്കെ സിനിമ കുറച്ച് തരുന്നുണ്ട് എന്നുള്ളതാണ്. പൊട്ടി ചിരിക്കാനുള്ളത് എന്നല്ല, എന്നാൽ കുറേശ്ശെ ചിരിക്കാനുള്ള ഒരു വകകളൊക്കെ സിനിമ തരുന്നുണ്ട്. പിന്നെ രണ്ടാമത്തെ പോസിറ്റീവ്, പ്ലാച്ചിക്കാവുന്ന ഗ്രാമത്തിന്റെ എസ്റ്റാബ്ലിഷ്മെന്റും അവിടെയുള്ള മനുഷ്യരും ക്യാരക്ടേഴ്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. ചിത്രത്തിന്റെ നെഗറ്റീവുകളിലേക്ക് വരുമ്പോൾ ഒന്നാമത്തെ പ്രശ്നം ചിത്രത്തിന്റെ തിരക്കഥയാണ്. വളരെ പ്ലെയിൻ ആയിട്ടുള്ള, അവിടെ ഇവിടെ ചിതറിത്തെറിച്ചു പോയ ഒരു തിരക്കഥയാണ് ചിത്രത്തിൻ്റെത്. പ്രത്യേകിച്ച് ഹൈ ഒന്നും സിനിമയ്ക്കകത്ത് ഫീൽ ചെയ്യില്ല. തിരക്കഥയിൽ എവിടെയും ഒരു അപ്പ് ഫീലിംഗ് നമുക്ക് വരുന്നേ ഇല്ല. ചിത്രത്തിന്റെ മറ്റൊരു പ്രശ്നം ഈ കഥാപാത്ര നിർമ്മിതിയാണ്. തീരെ ഡെപ്ത് അല്ലാത്ത, വളരെ പ്ലെയിൻ ആയിട്ടുള്ള കഥാപാത്രങ്ങളാണ് നിർമ്മിച്ചു വെച്ചിരിക്കുന്നത്. പലർക്കും ഒരു ഇമ്പോർട്ടൻസും കഥാപാത്രത്തിന്റെ ഒരു ഗ്രാഫോ ആർക്കോ പരിപാടിയോ ഒന്നും സെറ്റ് ചെയ്തത് നന്നായി തോന്നുന്നില്ല. പിന്നെ സിനിമയിൽ എവിടെയും സിനിമയിലെ കഥാപാത്രങ്ങളോടോ സിനിമയുടെ കഥയോടോ നമുക്കൊരു ഇമോഷണൽ കണക്ട് എവിടെയും ഫീൽ ചെയ്യൂല. വളരെ ഒരു കഥ നടക്കുന്നുണ്ട്, കണ്ടിരിക്കാം എന്നതിന്റെ അപ്പുറത്തേക്ക് നമ്മളെ ആ സിനിമയിലേക്ക് ഇന്നാക്കുന്ന രീതിയിലുള്ള ഒരു കണക്ട് ബിൽഡ് ചെയ്യാൻ സിനിമയ്ക്ക് സാധിച്ചിട്ടില്ല. ചിത്രത്തിന്റെ ഛായാഗ്രഹണമൊക്കെ ഒരു ഓക്കെ ഫീലാണ് നൽകിയത്. അതുപോലെ മ്യൂസിക്കും ഒരു ഓക്കെ ഫീലാണ്. ചിലയിടത്തൊന്നും തീരെ ബ്ലെൻഡഡ് ആയി വരാത്തത് പോലെയൊക്കെ ഫീൽ ചെയ്തു. പാട്ടുകളും ഒരു ആവറേജ് ബിലോ ആവറേജ് ഫീലിംഗ് ആണ് വന്നത്. മൊത്തത്തില് പിന്നെ സിനിമയുടെ എഡിറ്റിംഗ് ആയാലും ഒരു ആവറേജ് എന്നുള്ളതിന്റെ അപ്പുറത്തേക്കൊന്നും പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ള സംഗതികളൊന്നും ഫീൽ ചെയ്തിട്ടില്ല. ഇനി അഭിനേതാക്കളുടെ പെർഫോമൻസിലേക്ക് വരുമ്പോൾ ഡിറ്റക്റ്റീവ് ഉജ്ജ്വൽ എന്ന് പറയുന്ന കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ച ധ്യാൻ ശ്രീനിവാസൻ ഒരു ആവറേജ് പെർഫോമൻസ് തന്നെയാണ് ഈ സിനിമയിലും കാഴ്ചവെച്ചിട്ടുള്ളത്. മുൻകാല സിനിമകളിലൊക്കെ ചെയ്തിരിക്കുന്നത് പോലെ വളരെ പ്ലെയിൻ ആയ ഒരു അഭിനയം തന്നെയാണ്. പക്ഷെ ചില ഇടങ്ങളിൽ ബെറ്റർ ആകാനുള്ള ഒരു ശ്രമം ധ്യാൻ നടത്തുന്നുണ്ട്. അതൊരു ശ്രമം മാത്രമായി ശേഷിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ സച്ചിൻ എന്ന പോലീസ് കഥാപാത്രത്തെ അവതരിപ്പിച്ച റോണി ഡേവിഡ് അത്യാവശ്യം ഭേദപ്പെട്ട പ്രകടനം ചിത്രത്തിൽ കാഴ്ചവെച്ചിട്ടുണ്ട്. ചിലയിടത്ത് ചിരി സമ്മാനിക്കുന്ന കുറച്ച് പെർഫോമൻസസ് ഒക്കെ ഉണ്ട്. കമ്പാരിറ്റീവ്ലി ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്തു. പിന്നെ സിജു വിൽസന്റെ പെർഫോമൻസ് കുറച്ചും കൂടെ ഒരു ആവറേജിന് മുകളിൽ നിൽക്കുന്ന ഒരു പെർഫോമൻസ് ആയിട്ട് ഫീൽ ചെയ്തു. പ്രത്യേകിച്ചും ഫൈറ്റ് സീക്വൻസിലൊക്കെ നന്നായി ചെയ്തിട്ടുണ്ട്. പിന്നെ ധ്യാന്റെ അച്ഛനായി വരുന്ന കോട്ടയം നസീറും പറയത്തക്ക പെർഫോമൻസ് ഒന്നുമില്ല, ഒരു ആവറേജ് ലെവലിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇൻസ്റ്റഗ്രാം റീൽസിലും യൂട്യൂബിലൊക്കെ കാണുന്ന നിഹാൽ നിസാമും ടീമും വലിയ കുഴപ്പമില്ല. പലയിടങ്ങളിലും ചിരിപ്പിക്കുന്ന കുറച്ച് മൊമെന്റ്സ് ഒക്കെ ഉണ്ട്. എന്നാലും പെർഫോമൻസ് ഗംഭീരം എന്നൊന്നും പറയാൻ മാത്രമൊന്നുമില്ല, ഒരു ആവറേജ് പരിപാടിയാണ് ഫീൽ ചെയ്തത്. പിന്നെ ഈ പടത്തിലെ വില്ലനായിട്ട് വന്നിട്ടുള്ള ആള് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്തു. പക്ഷെ പോകെ പോകെ ആ പെർഫോമൻസും താഴെ പോകുന്നുണ്ട്. നന്നായി പ്രസന്റ് ചെയ്യാൻ വേണ്ടി സിനിമയ്ക്ക് സാധിച്ചിട്ടില്ല എന്ന് തോന്നി. മലയാളത്തിലെ സിനിമാറ്റിക് യൂണിവേഴ്സിൽ ഒരു രണ്ടാമത്തെ പടം എന്ന് പറഞ്ഞിട്ട് ഒരു പടം വരുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഒരു പ്രതീക്ഷയുണ്ട്. പ്രത്യേകിച്ച് സോഫിയ പോളിനെ പോലുള്ള ഒരു പ്രൊഡ്യൂസർ ചെയ്യുന്ന ഒരു പടം, മിന്നൽ മുരളി, RDX പോലുള്ള പടങ്ങൾ ചെയ്തിട്ടുള്ള ഒരു ടീമിൽ നിന്നൊരു സിനിമ ഉണ്ടാകുമ്പോൾ കൂടുതൽ പ്രതീക്ഷകൾ ഉണ്ടാവും. പക്ഷെ അതൊക്കെ അസ്ഥാനത്താക്കിക്കൊണ്ട് വളരെ നിരാശാജനകമായ ഒരു എക്സ്പീരിയൻസ് ആണ് എനിക്ക് പേഴ്സണലി തിയേറ്ററിൽ ഫീൽ ചെയ്തത്. പല സ്ഥലങ്ങളിലും ഭയങ്കര ബോറടിപ്പിക്കുന്ന മൊമെന്റ്സ് വരെ ഈ പടത്തിന്റെ അകത്തുണ്ട്. തീരെ കാണാൻ പറ്റാത്തൊരു സിനിമയൊന്നല്ല. തുടക്കം തൊട്ട് അവസാനം വരെ ഇങ്ങനെ കണ്ടിരിക്കാം. ഒരു ഹൈ മൊമെന്റ്സും ഇല്ല. എനിക്ക് ഒരു ഘട്ടത്തിലും ഒരു നിലയിൽ ഈ പടം വർക്കല്ല. ഇതെന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. ചിലപ്പോൾ നിങ്ങൾ ഈ സിനിമ കാണുമ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻ മറ്റൊന്നായിരിക്കും. നിങ്ങൾ ഈ സിനിമ കണ്ട ആളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. മറ്റൊരു വീഡിയോയുമായിട്ട് എത്താം. സ്നേഹപൂർവ്വം, അഖിൽ ഗോവിന്ദ്.